ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ അടുത്ത സോപ്പ് മേക്കിങ്ങുമായിട്ട് വന്നേക്കുവാണേ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് പ്യുവർ അലോവേരയുടെ സോപ്പാണ് കേട്ടോ. ഇത് ഞാൻ രാവിലെ നമ്മുടെ അലോവേര പറിച്ചിട്ട് ആ അലോവേര നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി എടുത്ത് അത് അരച്ചെടുത്തിട്ട് അത് നമ്മളൊരു ഡെപ്പിക്കകത്താക്കി സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ. എടുക്കാൻ എളുപ്പത്തിന് ഡെപ്പിയാണ് നല്ലത്, നമുക്ക് കണ്ടെയ്നേഴ്സ് യൂസ് ചെയ്യാൻ എളുപ്പം അതാണ്. അപ്പോൾ അതാണ് നമ്മൾ എടുത്ത് വെച്ചേക്കുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ ഗ്ലിസറിൻ, ഇതാണ് നമ്മുടെ വെജിറ്റബിൾ ഗ്ലിസറിൻ എന്ന് പറയുന്ന സാധനമാണ് കേട്ടോ അത്. പിന്നെ നമുക്ക് റോസ് വാട്ടർ, പിന്നെ നമുക്ക് വേണ്ടത് എസൻഷ്യൽ ഓയിലാണ്. ഇത് ലാവൻഡറിൻ്റെ എസൻഷ്യൽ ഓയിലാണ് കേട്ടോ. പിന്നെ നമുക്ക് ഫ്രാഗ്രൻസ്, അത് ഡവിൻ്റെയും മസ്കിൻ്റെയും, ഇത് ഡവ് അത് മസ്ക് കേട്ടോ. ഇപ്പം രക്തേന്ദ്രത്തിൻ്റെ 2 സോപ്പിന് ഓർഡർ ഉണ്ട്, അപ്പോൾ അതിനുവേണ്ടി രക്തേന്ദ്രത്തിൻ്റെ പൗഡർ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ വൈറ്റമിൻ ഇയുടെ ഓയിൽ. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമ്മൾ ഇതിനകത്ത് ചേർക്കുക. പിന്നെ നമ്മൾ ഓൾറെഡി ഇപ്പോൾ പ്രാവശ്യം മേടിച്ചിരിക്കുന്ന ഗ്ലിസറിൻ ബേസ് ആണ്. അതിൻ്റെ ഒപ്പം തന്നെ അത് നല്ല പ്യൂർ വെളിച്ചെണ്ണ ചെയ്തെടുത്തേക്കുന്ന കമ്പനി ബേസ് ആണ്. അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്യേണ്ടതില്ല. ഇനി നിർബന്ധമുള്ളവർക്ക് വേണമെങ്കിൽ ഒരു ശകലം ആഡ് ചെയ്യാം, നിർബന്ധമുള്ള കേസല്ല കേട്ടോ. പിന്നെ നമ്മൾ നോർമലി വാങ്ങുന്ന എല്ലാ ബേസിലും നമ്മളൊരു ശകലം ഒന്നെങ്കിൽ നമ്മൾ ബദാം ഓയിലോ അങ്ങനെ എന്തെങ്കിലും ഒരു ഓയിൽ കണ്ടന്റ് ഉള്ളൊരു സാധനം നമ്മൾ ചേർക്കണം. അത് ഒരു കുഞ്ഞ് സ്പൂണിന് ഒരു സ്പൂൺ അല്ല 2 സ്പൂണൊക്കെ, ഇപ്പം 1 കിലോ ബേസിനാണെങ്കിൽ ഒരു ടേബിൾ സ്പൂണൊക്കെ നമ്മൾ ചേർത്താൽ മതി. അത് കൂടുതൽ ഒത്തിരി കൂടി പോവുകയും വേണ്ട. കൂടി പോയി കഴിഞ്ഞാൽ നമ്മുടെ സോപ്പിന് നമുക്ക് ഒരു വഴുവഴുപ്പുണ്ടാവും, നമ്മുടെ കയ്യിൽ നിന്ന് പെട്ടെന്ന് തെന്നിപ്പോകും, അതിനുള്ളൊരു സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ സോപ്പിൻ്റെ മേക്കിങ്ങിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, മോൾഡ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മോൾഡ് ആയിരിക്കുക. രണ്ടാമത്തെ കാര്യം, പെർഫെക്റ്റ് ആയിട്ടുള്ള ബേസ് ആയിരിക്കുക. പെട്ടെന്ന് ഉറച്ച് കിട്ടുന്ന നല്ല രീതിയിൽ നല്ല കല്ല് പോലെ ഇരിക്കുന്ന ബേസ് ആയിരിക്കുക ശ്രദ്ധിക്കുക. നമ്മൾ മേടിക്കുന്ന പല കാര്യങ്ങളും അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ കറണ്ട് ഇല്ലായിരുന്നു, ഇപ്പോഴാണ് കറണ്ട് വന്നത്. ഇപ്പോൾ ഇച്ചിരി കൂടെ ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഞാൻ ഇത്രയും ദിവസം വീഡിയോ എടുക്കുന്നതിൽ ചെറിയ കംപ്ലൈൻറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമുക്കത് കാണുന്നവർ നമ്മുടെ നല്ല ഫ്രണ്ട്സ് ആയിട്ടുള്ള ചേച്ചിമാരൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രധാന റീസൺ എന്ന് പറയുന്നത് ഞാൻ കാണിക്കുന്ന കാര്യങ്ങൾ മിക്കതും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല എന്നുള്ളതായിരുന്നു. രണ്ടാമത്തെ കാര്യം, എനിക്കിവിടെ സ്പേസ് കുറവാണ് കേട്ടോ. അപ്പോൾ ഉള്ള സ്പേസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്താണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ മോൾഡും ഇതിനകത്ത് ഉൾപ്പെടുന്ന എല്ലാ സാധനങ്ങളും നിങ്ങളെ ഇതിനൊന്നിച്ച് കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് മെറ്റീരിയൽസിൻ്റെ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് നിങ്ങളോട് പറയുന്നത്. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന സ്പൂൺ ഈ തരത്തിലുള്ള ഒരു ടൈപ്പ് ഒരു സ്പൂണാണ് കേട്ടോ. ഈ സ്പൂണിനാണ് കറക്റ്റ് അളവിൽ എനിക്ക് സാധനങ്ങളെല്ലാം എടുക്കാൻ പറ്റുന്നത്. അപ്പം നമുക്ക് ഇഷ്ടമുള്ള സ്പൂൺ യൂസ് ചെയ്യാം, പക്ഷേ അളവുകൾ കൂടി പോകാതിരിക്കാൻ ശ്രദ്ധിക്കാം. പിന്നെ ഫ്രഷ് ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 1 കിലോ ബേസിന്, അതായത് നിങ്ങൾ എടുക്കുന്നത് 1 കിലോ ബേസ് ആണെങ്കിൽ ആ 1 കിലോ ബേസിന് നിങ്ങൾ ചേർക്കേണ്ട ഫ്രഷ് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്, അതായത് ഞാൻ പറയുന്നത് ഫ്രഷ് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമ്മളൊരു സാധനത്തിൻ്റെ ജ്യൂസ് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. അതിൽ ചേർക്കുന്ന പെർഫ്യൂം അടക്കം വൈറ്റമിൻ ഇ ഉപയോഗിക്കുന്നുണ്ട്, പൗഡേഴ്സാണ് യൂസ് ചെയ്യുന്നെങ്കിൽ പൗഡേഴ്സ് യൂസ് ചെയ്യുന്നവരുണ്ട്. പിന്നെ നമ്മൾ റോസ് വാട്ടർ, ഗ്ലിസറിന്, ഈ സാധനങ്ങളും സ്മെല്ലും എസൻഷ്യൽ ഓയിലും എല്ലാം അടക്കമാണ് നിങ്ങൾ 1 കിലോയ്ക്ക് 100 ഗ്രാം ബേസിൽ സാധനങ്ങൾ ചേർക്കേണ്ടത്. അല്ലാത്ത പക്ഷം നിങ്ങൾ ചേർക്കുന്നതിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സോപ്പ് ഉറയ്ക്കാതെ വരും. അപ്പോൾ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ പലർക്കും വന്നായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ബാക്കി കാര്യങ്ങൾ വഴിയെ നിങ്ങൾക്ക് കാണിച്ചു തരാം. മേടിച്ച ബേസ് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, നമ്മളുടെ വെളിച്ചെണ്ണ ചെയ്തിരിക്കുന്നുണ്ട്. അതിനൊരു കളർ ഡിഫറൻസ് ഉണ്ട്. നമുക്ക് അല്ലാതെ നമ്മൾ കിട്ടുന്ന നമ്മുടെ ഒരു വൈറ്റ് കളറല്ല, അതിന് ഒരു ചെറിയ ലൈറ്റ് ഒരു നമ്മുടെ പിയേഴ്സിൻ്റെ ഒക്കെ സോപ്പിൻ്റെ ഒരു കളറല്ലേ, ആ കളറിലാണ് നമുക്ക് ബേസ് കിട്ടിയിരിക്കുന്നത്. അപ്പം ഞാൻ ആ ബേസിൽ ആ കളറിൽ തന്നെയാണ് ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്ത് ചെയ്യുന്നത്. പ്രത്യേകിച്ച് കളേഴ്സ് ആഡ് ചെയ്യുന്നില്ല. കളേഴ്സ് ആഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കളേഴ്സ് ആഡ് ചെയ്യാം. അപ്പം അങ്ങനെ ചെയ്യേണ്ടവർക്ക് ചെയ്യാം കേട്ടോ. അപ്പം നിങ്ങൾ ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ രക്തേന്ദ്രത്തിൻ്റെ ഒക്കെ ആകുമ്പോൾ നമുക്ക് എന്തായാലും നോർമലി കളർ മാറും. അപ്പം രക്തചന്ദനത്തിന് ശരിക്കും ഞാൻ ഇന്ന് 2 സോപ്പിനുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പം ഇനിയുള്ള ഈ മെറ്റീരിയൽസ് എല്ലാം ഞാൻ നിങ്ങൾ മാറ്റുവാണേ. ഇവിടുത്തെ ഇടയുടെ ഒരു പ്രശ്നം കൊണ്ടാണ് ഞാൻ അങ്ങനെ മാറ്റി വെക്കുന്നത്. നിങ്ങൾ എന്താണെന്ന് വിചാരിക്കരുത് കേട്ടോ. അപ്പം നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇവിടെ യോജിപ്പിച്ച് വെക്കുവാണെങ്കിൽ എനിക്ക് എളുപ്പമുണ്ട് എടുക്കാനായിട്ട്. അപ്പം ഫസ്റ്റ്ലി ഞാൻ ആദ്യം എടുക്കുന്നത് 2 സോപ്പിനുള്ള, അതായത് 2 നമ്മുടെ രക്തചന്ദനത്തിൻ്റെ സോപ്പിൻ്റെ 2 എണ്ണത്തിന് വേണ്ടിയിട്ട് നമ്മൾ റോസ് വാട്ടറാണ് ആഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 2 എണ്ണ ഉള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് ആഡ് ചെയ്താൽ മതി. പക്ഷേ പൗഡർ നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ പൗഡർ യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് റോസ് വാട്ടറിൽ നിങ്ങളൊന്ന് പൗഡർ മെൽറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ക്ലാരിറ്റി ആയിട്ട് നമുക്ക് നല്ല രീതിയിൽ പൗഡർ കുഴഞ്ഞു കിട്ടും. ഡയറക്റ്റ് നിങ്ങൾ പ്രത്യേകിച്ച് ഫ്രഷ് ജ്യൂസ് ആയിട്ടുള്ള അലോവേരാസ് ഡയറക്റ്റ് നിങ്ങൾ പൗഡറിലേക്ക് ഒരു കാരണവശാലും ആഡ് ചെയ്തത്. അത് നിങ്ങൾക്ക് എനിക്ക് ഒരുപാട് തവണ അങ്ങനെ മണ്ടത്തരം പറ്റിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിനാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇതിപ്പോൾ ഒരു ഏകദേശം റോസ് വാട്ടർ ഒരു എത്രയാണ്, ഒരു 5 മില്ലി അടുത്തൊക്കെ കാണുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് പൗഡർ നമുക്ക് 2 സോപ്പേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അധികം പൗഡേഴ്സ് ആഡ് ചെയ്യണ്ട. പൗഡർ അധികം ആഡ് ചെയ്താൽ അതിൻ്റെ കുഴപ്പമെന്നറിയോ, ഒന്നാമത്തെ കാര്യം ഇതിൻ്റെ ആപ്റ്റായിട്ടുള്ളൊരു കളർ നമുക്ക് കിട്ടത്തില്ല. അതാണ് മെയിൻ പ്രശ്നം. അപ്പം
ഇതുണ്ടോ ഒരു ശക്കല ചേർത്തിട്ടുള്ളൂ. രണ്ട് സോപ്പിനുള്ള സാധനമല്ലേ നമ്മൾ ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അത്ര ചേർത്താൽ മതി. പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് ഫ്രാഗ്രൻസ് ഈ നമ്മുടെ വെജിറ്റബിൾ ഗ്ലിസറിൻ ആഡ് ചെയ്യുവാണേ. അപ്പോൾ 2 സോപ്പിന് ഇതുണ്ടോ ഈ ഒരു പാകത്തിന് 2 സോപ്പിന് മതി കേട്ടോ. അതും ആഡ് ചെയ്തു. ഇനി നിങ്ങൾക്ക് വൈറ്റമിൻ ഇയുടെ ഒരു 3-4 ഡ്രോപ്സ് നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ വൈറ്റമിൻ ഇ. ഇങ്ങനത്തെ ഓയിൽ വാങ്ങി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ക്യാപ്സ്യൂൾ പൊട്ടിച്ചിടുന്നത് ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ പറ്റും. അപ്പം ഇത് കണ്ടോ നല്ല രീതിയിൽ അതിനെ നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാൻ പറ്റും. റോസ് വാട്ടറിലാണെങ്കിൽ നമുക്ക് പൗഡർ നമുക്ക് പെട്ടെന്ന് മെൽറ്റ് ആയിട്ട് അലിഞ്ഞ് കിട്ടും. അത് കട്ട കുത്തി പോകത്തില്ല. നമുക്ക് കട്ട കുത്തി പോയി കഴിഞ്ഞാൽ എന്നാ പ്രശ്നം അറിയോ, നമ്മുടെ ബേസിലേക്ക് നമ്മൾ ചേർത്ത് കഴിയുമ്പോൾ ഈ കട്ട കുത്തുന്നത് നമ്മുടെ സോപ്പിനെ അത് ഒരു രസമില്ലാതാക്കും. സോപ്പിൻ്റെ ഭംഗി നഷ്ടപ്പെടും. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് ബേസ് കൊണ്ടുവന്നിട്ട് ബാക്കി നിങ്ങളെ കാണിച്ചു തരാവേ. ഗ്ലിസറിൻ ബേസ് നമ്മുടെ കയ്യിൽ സെറ്റായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്ലിസറിൻ ബേസ്. നിങ്ങൾ ഇങ്ങനെ ഒരു കളറിലുള്ള ഗ്ലിസറിൻ ബേസ് കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ. നല്ല പ്യൂവർ ആയിട്ടുള്ള നമ്മുടെ വെളിച്ചെണ്ണയിൽ ചെയ്തെടുത്തേക്കുന്ന ഒരു ഗ്ലിസറിൻ ബേസാണ്. അപ്പം ഈ ഒരു കളറിൽ മിക്കവാറും ആരും തന്നെ ചെയ്തിട്ടുണ്ടാവില്ല. എല്ലാവരും വൈറ്റ് കളറിലുള്ള ഒരു ബേസ് ആയിരിക്കും കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ അധിക സമയം നീട്ടുന്നില്ല. ഇനി ഇതിനകത്തേക്ക് ഞാൻ ഫസ്റ്റ്ലി ചേർക്കുന്നത് നമ്മുടെ രക്തചന്ദനത്തിൻ്റെ പൗഡർ ചേർത്ത് വെച്ചേക്കുന്ന കേട്ടോ. അത് ചേർത്ത് കൊടുത്തു. ഇനി അതിനകത്തേക്ക് 1 സ്പൂൺ അലോവേര ജെല്ല്. ഇത് ഇച്ചിരി കൂടുതലുണ്ട് കേട്ടോ. അത് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം, കുറവ് വേണമെങ്കിൽ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം, ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഈ പാത്രത്തിന് ഇച്ചിരി കേട്ടോ കുറവായതുകൊണ്ട് ശകലം അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്കിത് സെറ്റ് ആവാൻ പാടുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്തേക്ക് ഇനി നമുക്ക് മസ്കിൻ്റെ സ്മെല്ലാണ് ചേർക്കുന്നത്. അത് നമുക്കൊരു 5 ml ഒക്കെ മതിയായിരിക്കും. 2 സോപ്പിൻ്റെ വീഡിയോ ഇടയ്ക്കിടയ്ക്ക് കട്ടായി പോയിട്ടുണ്ട്. കോള് വരുന്നതിൻ്റെയാണ്. അപ്പം നമ്മൾ ഡവിൻ്റെ സ്മെല്ല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എസൻഷ്യൽ ഓയിലും എല്ലാ കാര്യങ്ങളും നമ്മൾ ചേർത്ത് വെച്ചിരുന്നതുകൊണ്ട് ഇനി ഇപ്പോൾ ഇതിനകത്തേക്ക് വേറെ സെപ്പറേറ്റ് ഒന്നും തന്നെ ആഡ് ചെയ്യാനില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്തേക്ക് നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യേണ്ടവർക്ക് ചെയ്യാം. ഞാനൊരു ശകലം ആഡ് ചെയ്ത് കൊടുത്തു. എന്നാ ഓയിൽ ആഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാലും നമുക്കൊരു പെർഫെക്ഷൻ വരണമെങ്കിൽ നമ്മൾ തന്നെ ചേർക്കണം. അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് ഞാൻ ഇനി മോൾഡുകളിലേക്ക് ഒഴിക്കുവാണേ. കറക്റ്റ് 2 സോപ്പിനുള്ളതാണ് കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ രക്തചന്ദനത്തിൻ്റെ 2 സോപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സെറ്റ് ആവുന്നത് വരെ വെക്കാം കേട്ടോ. വെച്ചിട്ട് നിങ്ങളെ കാണിച്ചു തരാം. പിന്നെ നമ്മുടെ മോൾഡിൽ ഒഴിക്കുമ്പോൾ ഇങ്ങനെ പതുക്കെ നമ്മുടെ ബാക്കിലേക്ക് പോകുന്നതൊക്കെ തട്ടി തൂവി ഇതിനകത്തേക്ക് അപ്പം തന്നെ ഇടണം. ഒട്ടും താമസിക്കാൻ പാടില്ല. ഇതുണ്ടോ ഇപ്പോൾ ഈ ബേസിനാണെങ്കിലും നമ്മളിങ്ങനെ ഒഴിച്ച് കഴിയുമ്പോൾ വലിയ കാര്യമായിട്ട് ഇങ്ങനെ പതഞ്ഞ് പൊന്തി വരുന്നൊന്നുമില്ല കേട്ടോ. ഒരുവിധപ്പെട്ട ഞാൻ മേടിച്ച എല്ലാ ബേസുകൾക്കും ഇങ്ങനെ പത കണ്ടമാനം വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത് യൂസ് ചെയ്യുമ്പോൾ അതായത് ഈ സോപ്പ് സെറ്റായി നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നല്ല പതയുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ പത ഇല്ലയെന്ന് വിചാരിക്കേണ്ട, പതയുണ്ട് ഓൾറെഡി. പക്ഷെ നമ്മൾ അത് യൂസ് ചെയ്ത് കഴിയുമ്പോഴേ നമുക്കറിയാൻ പറ്റുള്ളൂ. അല്ലാതെ ഇങ്ങനെ പുറത്തുനിന്ന് ഇങ്ങനെ കണ്ടമാനം നമ്മളിങ്ങനെ പത വടിച്ച് മാറ്റേണ്ട ഒരു അവസ്ഥയോ അങ്ങനെയൊന്നും ഇതിന് വരുന്നില്ല കേട്ടോ. അതൊക്കെ ഓരോ ബേസിൻ്റെ പ്രത്യേകതകളാണ്. അപ്പോൾ നമ്മുടെ സോപ്പ് മേക്കിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ രക്തചന്ദനത്തിൻ്റെ സോപ്പ് മേക്കിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. ഇതുണ്ടോ ഇതിലെല്ലാം നമ്മൾ ശ്രദ്ധിക്കായതുകൊണ്ട് പറ്റിയതാണ്. നമ്മുടെ തുണികളേലും കാര്യങ്ങളേലും എല്ലാം ഇതാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ കയ്യിൽ യൂസ് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് കയ്യിൽ നിങ്ങൾക്ക് ഗ്ലൗസ് യൂസ് ചെയ്തിട്ട് ഇത് ഉപയോഗിക്കാം. കാരണം വെച്ചാൽ നിങ്ങളുടെ കൈക്കൊക്കെ പ്രശ്നമുള്ളവരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അത് കയ്യിലെ തൊലി പോകാനും എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഇതിൽ ചെറിയ കെമിക്കൽസ് ഉണ്ടാവുമല്ലോ. പ്രത്യേകിച്ച് സ്മെല്ലും കാര്യങ്ങളൊക്കെ ചേർക്കുമ്പോൾ അതിനകത്ത് എന്തായാലും കെമിക്കൽസ് ഒക്കെ ആഡ് ആകും. അപ്പം ഇത് സെറ്റായി കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിച്ചു തരാവേ.